ISLന്റെ 10ാം സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ 10ാം മത്സരത്തിന് പഞ്ചാബ് എഫ്സിയുമായുള്ള എവേ മത്സരത്തിന് ഇറങ്ങുകയാണ്. അതിനിടയിലാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് തിരിച്ചടി എന്നോണം കോച്ച് ഇവാൻ യൂക്കോമനോവിച്ചിന് ഒരു മത്സരത്തിലെ വിലക്കും 50,000 രൂപ പിഴയും AIFF അച്ചടക്ക സമിതി വിധിച്ചത്. കാരണം മറ്റൊന്നുമല്ല, കഴിഞ്ഞ ചെന്നൈയിൻ FC മത്സരത്തിലെ റഫറിങ്ങിലെ മോശം പ്രകടനത്തിന് വിമർശിച്ചതാണ് AIFF ഇപ്പോൾ നടപടിയെടുത്തിരിക്കുന്നത്. സങ്കീർണതകളിൽ നിന്നും സങ്കീർണതകളിലേക്ക് ഓരോ ദിവസവും മുന്നോട്ട് നീങ്ങുന്ന ഒരു ടീമാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. ഇതുപോലെ തിരിച്ചടികൾ നേരിട്ട ഒരു ടീം ISLൽ വേറെ ഉണ്ടാകില്ല. ISLന്റെ 10ാം സീസണ് മുൻപ് തുടങ്ങിയതാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് മുൻപിലെ നിരവധി പ്രതിസന്ധികൾ, താരങ്ങളുടെ പരിക്കുകളായിട്ടും വിലക്കുകളായിട്ടും. അതോടൊപ്പം കഴിഞ്ഞ സീസണിൽ ബംഗളൂരു എഫ്സിയുമായിട്ടുള്ള മത്സരത്തിലുണ്ടായ വിവാദമായ വാക്കൌട്ടിൽ താരങ്ങളെ തിരികെ വിളിച്ചതിന് 10 മത്സരങ്ങളിലെ വിലക്ക് നേരിട്ട ഇവാൻ യൂക്കോമനോവിച്ച് തിരികെ എത്തിയിട്ട് അധിക നാളുകളായില്ല. അതിനിടയിലാണ് തിരിച്ചടി എന്നോണം ഇപ്പോൾ AIFF ഇവാന് നേരെ വിലക്ക് വിധിച്ചത്. എന്തായാലും പഞ്ചാബ് എഫ്സിയുമായുള്ള എവേ മത്സരത്തിൽ ഇവാൻ യൂക്കോമനോവിച്ച് ബ്ലാസ്റ്റേഴ്സിനൊപ്പം ടച്ച് ലൈൻ ഉണ്ടാകില്ല. നിലവിൽ ISLൽ പഞ്ചാബ് എഫ്സിക്ക് മികച്ചത് എന്ന് അവകാശപ്പെടാൻ ഒരു നല്ല മത്സരം പോലുമില്ല. ISLൽ പഞ്ചാബ് എഫ്സിയെ സംബന്ധിച്ച് അവരുടെ അരങ്ങേറ്റ സീസൺ കൂടിയാണിത്. എന്നിരുന്നാലും കേരള ബ്ലാസ്റ്റേഴ്സിനെ പഞ്ചാബ് എഫ്സിയെ തീർത്തും തള്ളിക്കളയാനാകില്ല. കാരണം ഇതുവരെ 9 മത്സരങ്ങൾ കളിച്ച പഞ്ചാബ് എഫ്സിക്ക് ഒരു മത്സരത്തിൽ പോലും ജയിക്കാൻ സാധിച്ചില്ലെങ്കിലും 4 മത്സരങ്ങളിലെ തോൽവി ഏറ്റുവാങ്ങിയപ്പോൾ 5 മത്സരങ്ങളിൽ തങ്ങളുടെ എതിർ ടീമിന് സമനിലയിൽ കുരുക്കാൻ പഞ്ചാബ് എഫ്സിക്ക് സാധിച്ചു. അതുകൊണ്ട് തന്നെ ഒന്ന് കരുതി വേണം കേരള ബ്ലാസ്റ്റേഴ്സ് പഞ്ചാബ് എഫ്സിക്കെതിരെ ഇറങ്ങാൻ. എന്തെന്നാൽ 9 മത്സരങ്ങളിൽ നിന്ന് 17 പോയിന്റുമായി പോയിന്റ് ടേബിളിൽ മുൻപന്തിയിൽ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. എങ്കിലും കളിച്ച മത്സരങ്ങളുടെ എണ്ണവും കൂടുതലാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ 2 മത്സരങ്ങളിലും ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കാൻ സാധിച്ചിട്ടുമില്ല. അതിനാൽ പഞ്ചാബ് എഫ്സിക്കെതിരെ ഒരു വിജയം അനിവാര്യം തന്നെയാണ്. നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് മികച്ച സ്ക്വാഡ് തന്നെയുണ്ട്. മധ്യനിരയിൽ ഡാനിഷ് ഫറൂഖ് 4 യെല്ലോ കാർഡുകൾ കൺസീവ് ചെയ്തതിനാൽ വരും മത്സരത്തിൽ പുറത്തിരിക്കേണ്ടി വരും. എന്നാലും ഡാനിഷിന്റെ അഭാവം കാര്യമായി ബ്ലാസ്റ്റേഴ്സിനെ ബാധിക്കില്ല. പകരക്കാർ ബാക്കപ്പായി ഉണ്ട്. എന്നാൽ പുതിയതായി ലഭിക്കുന്ന വിവരങ്ങൾ വെച്ച് ക്യാപ്റ്റൻ അഡ്രിയാൻ ലൂണയും പരിക്കിന്റെ പിടിയിലാണെന്നാണ്. ഈ സീസൺ തുടങ്ങി എല്ലാ മത്സരങ്ങളും കളിച്ച താരമാണ് ലൂണ. 3 ഗോളുകളും 4 അസിസ്റ്റുകളും ഇതുവരെ ടീമിനായി നേടി മികച്ച ഫോമിൽ തന്നെയാണ് താരം. ലൂണ കൂടെ പഞ്ചാബ് എഫ്സിയുമായുള്ള മത്സരത്തിൽ കളത്തിലിറങ്ങിയില്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വൻ തിരിച്ചടി തന്നെയാകും. മധ്യനിരയിൽ ലൂണയ്ക്ക് പകരം ഒരാളെ ഇറക്കുക എന്നത് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് തലവേദന തന്നെയാണ്. എന്തായാലും യുവതാരങ്ങൾക്ക് പഞ്ചാബ് എഫ്സിയുമായുള്ള മത്സരത്തിൽ കൂടുതൽ അവസരങ്ങൾ കിട്ടാൻ സാധ്യതയുണ്ട്. ലൂണയ്ക്ക് പകരം വിദേശ താരമായ ഡൈസൂക്ക സക്കായി തന്നെയാകും സ്റ്റാർട്ടിംഗ് ലെവലിൽ ഇറങ്ങുക. അതുപോലെ ഡാനിഷ് ഫറൂഖിന് പകരം ഇന്ത്യൻ താരം രാഹുൽ KPയും സ്റ്റാർട്ടിംഗ് ലെവലിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും ISLന്റെ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.